ഹലോ ഗായ്സ്, സ്കെച്ചപ്പ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്. എങ്ങനെയാണ് സ്കെച്ചപ്പ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ആക്റ്റീവ് ചെയ്യുന്നതെന്നും പരിചയപ്പെടാം. ആദ്യമായി ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുണ്ട്, 32 ആൻഡ് 64. ഞാനിവിടെ 32 OS സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് സ്കെച്ചപ്പ് ഫയൽ. ഇതതിൻ്റെ ക്രാക്ക് ഫയലാണ്. സ്കെച്ച് ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, യെസ് കൊടുക്കുക. സ്കെച്ച് ഫയൽ എക്സ്ട്രാക്റ്റ് വഴിയാണ്. ഇൻസ്റ്റാളേഷൻ നെക്സ്റ്റ്, ലൈസൻസ് ടിക്ക് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സി ഡ്രൈവിലേക്കുള്ള പാത്താണിത്. പ്രോഗ്രാം ഫയൽ സ്കെച്ചപ്പ് 2015 നെക്സ്റ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഫയൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഡെസ്ക്ടോപ്പിൽ പോയി സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാളർ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, 2015 സ്കെച്ചപ്പ്. ഓക്കെ, ഇതിൽ ലൈസൻസ്ഡ് ടു SketchUp Pro 2015 ട്രയൽ യൂസർ 30 days റിമൈനിങ്. ഇത് ട്രയൽ വെർഷനാണ് ഇപ്പോൾ നമ്മൾക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, ഇത് 30 days കഴിയുമ്പോൾ ഇതിന് ട്രയൽ വെർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ആക്റ്റീവ് ചെയ്ത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഓപ്പൺ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ഡൗൺലോഡ് ചെയ്ത ഫയലിലേക്ക് പോവുക. ക്രാക്ക് ഓപ്പൺ ചെയ്യുക. അതിൽ സ്കെച്ചപ്പ് എന്ന് പറയുന്ന ഈ ഫോൾഡർ കോപ്പി ചെയ്ത് സി ഡ്രൈവിലേക്ക് പോയി പ്രോഗ്രാം ഫയൽസ്, അതിൽ സ്കെച്ചപ്പ് 2015 ഏതാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ അത് സെലക്ട് ചെയ്യുക. അതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കോപ്പി ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ദെൻ കണ്ടിന്യൂ. ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും ബാക്ക് പോകുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾക്കിത് ആക്റ്റീവ് ആയിരിക്കുകയാണ്. 30 days റിമൈനിങ് എന്നുള്ള ആ ലെറ്ററിങ് ഇവിടെ നിന്ന് പോയിരിക്കുന്നു. ഓക്കെ, ആദ്യമേ നമുക്ക് ഇതിൻ്റെ ചൂസ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് കാറ്റഗറീസ് കാണാം. നമ്മൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഫീറ്റ് ആൻഡ് ഇഞ്ചസ്, മീറ്റേഴ്സ് ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈനിങ്, മില്ലിമീറ്റേഴ്സ്. അതിൽ ഞാനിപ്പോൾ മീറ്റേഴ്സ് സെലക്ട് ചെയ്യുകയാണ് ആൻഡ് സ്റ്റാർട്ട് യൂസിങ്. ഓക്കെ, ഇതാണ് സ്കെച്ചപ്പ് വിൻഡോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ടൂൾസും അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.